അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ എം വിൻസെന്റിന്റെ നന്ദി പ്രമേയത്തെ ഞാൻ പൂർണ്ണമായും പിന്തുണക്കുന്നു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കേരളത്തിന്റെ നിയമസഭയുടെ 16ാം സഭയിൽ അംഗമാവാനും ഇവിടെ സംസാരിക്കാനും അവസരം ലഭിച്ചതിൽ ജഗന്നിയന്താവായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. ഈ ഒരു അവസരം എനിക്ക് നൽകിയ എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടും പാണക്കാട് കുടുംബത്തോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സർ, തൻ്റെ 20ാം വയസ്സിൽ അനശ്വര പ്രണയകാവ്യമായ ബദറുൽ മുനീറും ഹുസ്നുൽ റഹ്മാനും രചിച്ച മോയിൻകുട്ടി വൈദ്യരുടെയും കൊണ്ടോട്ടി തങ്ങന്മാരുടെയും കൊണ്ടോട്ടി നേർച്ചയുടെയും കൊണ്ടോട്ടി തക്കിയയുടെയും കുബയുടെയും സാമൂതിരിയുടെ നെടിയിരുപ്പ് സ്വരൂപത്തിന്റെയും ഓമാനൂർ ശൂതാക്കളുടെയും കൊന്നാരു മക്കാം ഉൾപ്പെടുന്ന സംസ്കാര സമ്പന്നമായ കൊണ്ടോട്ടിയിൽ നിന്ന് MP മുഹമ്മദ് കുരിക്കൾക്കും CH മുഹമ്മദ് കോയക്കും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾക്കും P സീതി ഹാജിക്കും KK അബു സാഹിബിനും PKK ബാവ സാഹിബിനും KN ഖദർ സാഹിബിനും K മുഹമ്മദ് ഉണ്ണിയാജിക്കും TV ഇബ്രാഹിമിനും ശേഷം കേരള സംസ്ഥാനത്തെ ഭൂരിപക്ഷങ്ങളുടെ ഗുരുത്തിൽ 5ാമത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച കൊണ്ടോട്ടിയിലെ സ്നേഹജനങ്ങൾക്ക് ഞാൻ എൻ്റെ അഭിവാദ്യങ്ങളും നന്ദിയും നേരുകയാണ്. സർ, വിദ്യാർത്ഥി യുവജനകാലത്ത് പിന്തുണയായി നിന്ന സഹപ്രവർത്തകരോടും പ്രിയങ്കരനായ ലീഡർ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് നന്ദി കൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സർ, മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ നാടിന്റെ ജീവവായുവാണ്. അതിനെ മലിനപ്പെടുത്താതെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. വർഗീയതയും വിദ്വേഷവും നാൾക്കുനാൾ പടർന്നു പന്തലിക്കുന്ന ഒരു കാലത്താണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. സർ, കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ കേരളത്തെ പരിശോധിക്കുമ്പോൾ വർഗീയതയ്ക്കും വിദ്വേഷത്തിനും ഇടം ലഭിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ശക്തമായ നടപടി സ്വീകരിക്കേണ്ട ഒരു സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നിസ്സംഗത സ്വീകരിച്ചപ്പോൾ, ചിലപ്പോൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ കേരളത്തിൽ വർഗീയതയും വിദ്വേഷവും വളർന്നു വലുതായതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിദ്വേഷത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ ശൈലികളെ പട്ടും മുളയും നൽകി സ്വീകരിക്കുന്ന നിലപാട് കൊണ്ട് ഇന്ന് വിദ്വേഷത്തിന് കേരളത്തിൽ വലിയ മാർക്കറ്റാണ് സാർ. ഇസ്ലാമോഫോബിയ ആളിക്കത്തിക്കുന്നതിന് ഇടതു സർക്കാർ ഇന്ധനമൊഴിച്ചതായി കഴിഞ്ഞ 10 വർഷം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും സാർ. തടയുമെന്ന് കരുതിയ ഇടതു സർക്കാർ അതിനെ ആളിക്കത്തിച്ചപ്പോൾ കേരളം ഭരിക്കുന്നത് മുസ്ലിം തീവ്രവാദികളായിരിക്കും, കേരളത്തിൽ മാറാട് ആവർത്തിക്കും, ആഭ്യന്തര വകുപ്പ് ലീഗിന് കൈമാറും തുടങ്ങിയ പല പ്രസ്താവനകളും ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കൂടി നമ്മൾ കേൾക്കേണ്ടി വന്നു എന്നുള്ളത് കേരളത്തിന് അപമാനമായിട്ടാണ് സാർ. സർ, കേരളത്തിലെ മതേതര ജനവിഭാഗത്തെ അളക്കുന്നതിൽ ഇടതുപക്ഷത്തിന് പരാജയം പറ്റി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കൺവീനറെ പോലും പരാജയപ്പെടുത്തി മുസ്ലിം ലീഗിന്റെ പുതുതലമുറയിലെ പെൺകുട്ടിയായി ഫാത്തിമ തൈല ഈ സഭയിലെത്തിയത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിച്ച ഈ ഇസ്ലാമോഫോബിക്കായ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ ജനങ്ങളുടെ തിരുത്താണ് സാർ. ഈ ഗവൺമെന്റ് വരുന്നത് സമയത്ത് മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതിനു ശേഷം കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് സാർ. വർഗീയത പറയരുത്, മതേതര കേരളത്തിന് ഒരു പോറലും ഏൽപ്പിക്കരുത്, വിദ്വേഷത്തോടും വർഗീയതയോടും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നയവും നിലപാടും ഈ സർക്കാർ ശക്തമായി തുറന്നു പോയാൽ കേരളത്തെ ആ ഭ്രാന്താലയത്തിൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്ന് കൂടി സൂചിപ്പിക്കാൻ സാർ. കുട്ടികളുടെ ഇഷ്ടദ്വായനായ പൂക്കിയായ ആ CMന്റെ അത്തരത്തിലുള്ള ശക്തമായ നിലപാട് കേരളത്തിൽ നൽകിയിട്ടുള്ള പ്രതീക്ഷ ചെറുതല്ല എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാൻ സാർ. സാർ, ഏതൊരു മലയാളിയുടെയും മനസ്സിൽ താലോലിക്കുന്ന ഈ കേരളത്തെ കുറിച്ചുള്ള ഒരു സ്വപ്നമുണ്ട്. ഗാനരചയിതാവ് P ഭാസ്കരൻ മാഷ് രചിച്ച പോലെ, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിളി കൂടുപോലൊരു നാലുകോലോല പുരയുണ്ട് എന്നുള്ളത്. ലോകത്തിന്റെ എവിടെയുള്ള മലയാളിയും തിരിച്ച് കേരളത്തിൽ വന്ന് ഇവിടെ സമാധാനമായി സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇതുപോലെയുള്ള ഈ ബഹളങ്ങൾ നടക്കുമ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് പലായനങ്ങളുണ്ട് എന്നുള്ള കാര്യം ഈ വിദ്വേഷം പറയുന്ന രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർ മറന്നു പോകരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ലോകത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ, അതുപോലെ തന്നെ മറ്റു ഇതുപോലെയുള്ള വർഗീയതയും വിദ്വേഷത്തെയും ഒക്കെ അളക്കുന്ന പല മാനദണ്ഡങ്ങളിൽ നമ്മുടെ രാജ്യം ഏതൊക്കെ നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് പരിശോധിച്ചാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സർക്കാരിന്റെ ഒരു ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരാനുള്ളത് ടോളറൻസ് മിനിസ്ട്രി, ഒരു സഹിഷ്ണുതാ മന്ത്രാലയം കൂടി സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് പിടിമുറുക്കിയിട്ടുള്ള ഈ വർഗീയതക്കെതിരെ, ഈ വിദ്വേഷത്തിനെതിരെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് ശക്തമായ പ്രതിരോധം തീർക്കണം എന്നുകൂടിയാണ് സാർ.
സാർ, കേരളത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് കേരള സ്റ്റോറിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെയും സത്യമാണോ എന്നാണ്. ആ തരത്തിൽ ഈ കേരളത്തിന്റെ മുഖത്തെ വിവരണമാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ സംഘപരിവാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അങ്ങനെയല്ല ഈ നാടെന്ന് പറയേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. സർ, അമേരിക്കൻ ഫുട്ബോൾ ടീമിനെ സെലക്ട് ചെയ്ത ഈ സമയത്ത് ഫിഫ വേൾഡ് കപ്പിലേക്ക് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ആ ടീമിൽ 11 കറുത്ത വർഗ്ഗക്കാരുണ്ട് എന്നുള്ളത്, വർണ്ണവരയുടെ അപ്പോസ്തലനായ ഡൊണാൾഡ് ട്രംപ് ഭരിക്കുമ്പോൾ പോലും ആ നാടിന് അങ്ങനെയാകാനേ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങളോ പ്രസംഗങ്ങളോ ആര് നടത്തിയാലും അതിനെ മറികടക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ട് എന്നുകൂടി തെളിയിക്കേണ്ടതുണ്ട്. സർ, മുസ്ലിം ലീഗ് കേരളം ഭരിച്ച കാലത്തെല്ലാം സമഭാവനയോടുകൂടിയാണ് ഈ നാടിനെ കണ്ടിട്ടുള്ളത്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികമാക്കിയ മന്ത്രിമാരെല്ലാം മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. സർ, ആറാന്റെ വെള്ളം കോരികളും വിറകുവെട്ടികളുമായ ഒരു സമുദായത്തെ കേരളത്തിൽ ഏറ്റവും അധികം A+ നേടുന്നവരുടെ വിഭാഗമാക്കി ജില്ലയിലെ കുട്ടികളാക്കി മാറ്റിയതിന് പിന്നിൽ ആ രാഷ്ട്രീയ സൗന്ദര്യമാണ് എന്നുള്ള കാര്യം മറക്കരുത്. സർ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താനും വികസനങ്ങൾ നൽകാതെ ആ പ്രദേശത്തെ അവഗണിക്കാനും നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. സർ, കഴിഞ്ഞ 10 വർഷമായി +1 സീറ്റുകൾ നൽകാതെ 10 തലമുറയാണ് സർ വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിൽ ഇവർ കഷ്ടപ്പെടുത്തി എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രതിപക്ഷ MLA-മാരായി എന്നുള്ള ഒറ്റ കാരണത്താൽ മലപ്പുറത്തെ പ്രധാന നഗരങ്ങളിലേക്ക് വലിയ വികസനങ്ങൾ നൽകാതെ, റോഡ് വികസനങ്ങൾ നൽകാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. സർ, എന്റെ മണ്ഡലമായ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് പ്രപ്പോസൽ സമർപ്പിച്ച് അതൊരു പ്രതിപക്ഷ MLA എന്നുള്ള കാരണത്താൽ മാത്രം അതിലേക്ക് ഫണ്ട് അനുവദിക്കാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. സാർ, ജനങ്ങൾ മുഴുവനും റോട്ടിൽ അവരുടെ സമയം കളയുന്ന സാഹചര്യമാണ് ഇന്ന് അത്തരം പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കാലിക്കറ്റ് എയർപോർട്ട് നിലനിൽക്കുന്ന ഒരു നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ വേഗതയിൽ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി ഓടുന്ന മനുഷ്യരൊക്കെ ഈ വിധത്തിൽ ട്രാഫിക്കിൽപ്പെട്ട് ഫ്ലൈറ്റ് നഷ്ടമായ എത്രയോ ദുരനുഭവങ്ങളുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. സാർ, അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലൊക്കെ സന്തുലിതമായ വികസനങ്ങൾ നടത്തി ഏറ്റവും നല്ല രൂപത്തിൽ വിഭവങ്ങളുടെ വിതരണം നടത്തി മുന്നോട്ട് പോകാൻ ഈ സർക്കാർ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സാർ ജനങ്ങളുള്ളത്. കാലിക്കറ്റ് എയർപോർട്ടിനെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു എയറോട്രോപോളിസ് സോൺ എന്ന രൂപത്തിലേക്ക്, അതിന്റെ പരിസരവും അവിടേക്കുള്ള റോഡുകളും എല്ലാം നന്നാകുന്ന വിധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. സാർ, രാമനാട്ടുകരയിൽ നിന്ന് എയർപോർട്ടിലേക്ക് 4 വരിപ്പാതയുടെ ഒരു പ്രപ്പോസൽ നിലവിലുണ്ട്. അത് അടിയന്തരമായി പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാർ, ആ എയർപോർട്ടിന് വേണ്ടി സ്ഥലം നൽകിയ നിരവധിയായ മനുഷ്യരുണ്ട്. അവർ പലവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട. സാർ, NOC ലഭിക്കാതെ വീടിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ വീട് നിർമ്മിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ പല വിധത്തിൽ റോഡുകളുടെ നിർമ്മാണം വൈകുന്നത് തുടങ്ങിയ പല പ്രശ്നങ്ങൾ കൊണ്ട് അവിടുത്തെ മനുഷ്യർ ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളിൽ ഈ സർക്കാരിന്റെ ഏറ്റവും മികച്ച ഇടപെടൽ ഉണ്ടാകുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്. സാർ, സന്തുലിതമായ അതുപോലെ തന്നെ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയിലാണ് ഈ നാട്ടിലെ ജനങ്ങളുള്ളത്. ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും നന്നായി പിന്തുണച്ചുകൊണ്ടും ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ അവതരിപ്പിച്ച നന്ദി പ്രസംഗത്തിന്, നയപ്രഖ്യാപനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ M. വിൻസെന്റ് അവതരിപ്പിച്ച പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു.